ഇതിലേതാ എനിക്ക് ചേരുന്നത്? ഇതാണോ അതോ ഇതാണോ? രണ്ടുമല്ല. എന്നുവെച്ചാ ഞാൻ സുന്ദരിയല്ലേ? അല്ലടി എന്റെ പൊന്നു മോളെ, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ നീയേ ഒരു കളങ്കയില്ലാത്തവളാ. പല വാചകങ്ങളുടെ അർത്ഥം അത് പറയുന്ന പോലെ ആയിരിക്കില്ല. നിങ്ങളുടെ വാചകോടി ഒന്നും എനിക്ക് കേൾക്കണ്ട. കുറെ പണിയുണ്ട് എനിക്ക്. മറ്റെല്ലാ കാര്യവും വിട്, എന്നിട്ട് എന്നെ പറ്റി മാത്രം ചിന്തിക്കേ. ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ? അമ്മയും മോളെ നോക്കി എന്റെ ജീവിതം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുക. എന്ത് കൈവശമാണ് അവറ്റകൾ നിങ്ങൾക്ക് തന്നത്? നോക്ക് റബ്ബ, നീ എന്നെ തെറ്റിദ്ധരിക്കുക. ഈ അടുത്താണ് എന്റെ സുഹൃത്ത് സഞ്ജയ് കുമാറിന്റെ മരണം നടന്നത്. അവന്റെ ഭാര്യ ഇന്ദുജി ഇപ്പൊ പാവം ഒറ്റയ്ക്കായിരിക്കുക. അവന്റെ മകൾക്കാണെങ്കിൽ അച്ഛന്റെ കരുതലുമില്ല. ഇപ്പോ ഈ ഒരു ദുർഘടാവസ്ഥയിൽ ഞാൻ അവരൊന്ന് സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. എന്ത് സഹായോ ചെയ്യുന്നേ? ഇതവസാനം അവരുടെ കിടക്കയിൽ പോയി അവസാനിക്കാതിരുന്നാ മതി. ഇതുവരെ നീ എന്നെ സഹായിച്ചതുപോലെ. എന്നെ എപ്പോഴാ കല്യാണം കഴിക്കുക? അത് പെട്ടെന്ന് തന്നെ. ആ അമ്മയുടെ മോളുടെ അടുത്തേക്ക് നീ പോയാലുണ്ടല്ലോ, അവരെ ഞാൻ കൊന്നു കുഴിച്ചു മൂടിക്കളയും. എന്റെ ദൈവം, നിന്റെ ഒരു ദേഷ്യം കണ്ടില്ലേ? നമസ്കാരം, ഞാനാണ് കഞ്ചൻ അവസ്ഥി. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, പുതിയ കഥയുമായി. ആദ്യം വെറുപ്പ് പയ്യെ പയ്യെ മനുഷ്യ മനസ്സിന്റെ അടിത്തട്ടിൽ ബീജത്തെ പോലെ അടിഞ്ഞുകൂടുന്നു. പിന്നീട് അത് കുറ്റകൃത്യങ്ങളുടെ വൻ മരമായി മാറുന്നു. അതിന്റെ ശാഖകൾ അഴിക്കാൻ പറ്റാത്ത വിധം കെട്ടുവീണ് കിടക്കുന്നു. ഏത് കെട്ടഴിച്ചു നോക്കുമ്പോഴാണോ ആരുടെ രഹസ്യമാണോ പുറത്തു വരിക? രംഭയ്ക്കായിരുന്നു സങ്കേതിനോട് സ്നേഹമുണ്ടായിരുന്നത്. സങ്കേത് രംഭയെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മറുഭാഗത്ത് സങ്കേതിന്റെ ഉറ്റ സുഹൃത്തായ സഞ്ജയ് കുമാർ മരണപ്പെട്ടു. സങ്കേത് സഞ്ജയുടെ ഭാര്യ ഇന്ദുവിനെയും അവരുടെ മകൾ ഋതിയെയും സഹായിക്കുന്നത്, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതും രംഭയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. രംഭയ്ക്ക് സംശയമുണ്ടായിരുന്നു, സങ്കേതും ഇന്ദുവും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായി. അങ്ങനെയൊരു ബന്ധം കാരണം തന്നെ ചതിക്കുമോ എന്നുള്ള സംശയം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ രംഭയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് ഋതി, ഋതി എന്തു പറ്റി? എന്തിനാ കരയുന്നേ? നിങ്ങൾ ഇവരുടെ ആരാ? സാറേ, ഞാൻ സങ്കേത് പാട്ടിൽ, ഋതിയുടെ അച്ഛന്റെ സുഹൃത്താ. സാറേ, എന്താ പറ്റിയേ? ഇന്നലെ രാത്രി ഇവളുടെ അമ്മ ഇന്ദുജിയുടെ മരണം നടന്നു. കയറുകൊണ്ട് കഴുത്ത് ഞെരിച്ചാ കൊന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അവരുടെ മൃതദേഹം ഫാനിൽ തൂങ്ങിയാ കിട്ടിയേ. പക്ഷെ സാറേ, ഇതൊരു ആത്മഹത്യ കൂടെ ആവല്ലോ. പാവം ഇന്ദുജി നേരത്തെ നല്ല വിഷമത്തിലായിരുന്നു. പിന്നെ ഇവരുടെ ഹസ്ബൻഡ് സഞ്ജയ് മരിച്ചതിന് ശേഷം കഴുത്തിലുള്ള മാർക്സ് വെച്ച് പറയാൻ പറ്റും അത് മർഡർ ആണോ സൂയിസൈഡ് ആണോ എന്ന്. ഇത് മർഡറാ. ബാക്കിയുള്ളതൊക്കെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞറിയും. എനിക്കൊരു കാര്യം പറയോ, മിസ്റ്റർ സഞ്ജയ് എങ്ങനെയാ മരിച്ചത്? സാർ, കുറച്ചു ദിവസം മുമ്പ് ഹാർട്ട് അറ്റാക്ക് കാരണം പുള്ളി മരിച്ചേ. പുള്ളിക്കാരെങ്കിലായിട്ട് വല്ല ശത്രുതയോ വഴക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അച്ഛനും അമ്മയും വെറും പാവങ്ങളായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ശത്രുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. മുഖം കറുപ്പിച്ചവരൊരു വാക്ക് പോലും പറയില്ല. അതെ ഇൻസ്പെക്ടർ സാറേ, ഒരു പിടിയും കിട്ടതില്ല. എന്താ ഇവളുടെ കൂടെ ഇതൊക്കെ സംഭവിക്കുന്നത്? ഇവളുടെ ജീവിതത്തിൽ പാവം ഇവൾക്ക് അച്ഛനും അമ്മയില്ല. നീ കരയില്ലേ ഋതി? ഇവനാള് ശരിയല്ലല്ലോ രാജ്ദീപ്.
അവന്റെ മേലെ ഒരു കണ്ണ് വേണം. എനിക്ക് അവന്റെ ജാതകം മുഴുവൻ വേണം. ഇന്നലെ അവൻ മോർഡറിന്റെ സമയം എവിടെയായിരുന്നു, പിന്നെ അവന്റെ കോൾ ഡീറ്റെയിൽസും. ഓക്കെ സർ. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഋതിയുടെ അച്ഛൻ മരണപ്പെട്ടത്. ഇപ്പോ അവളുടെ അമ്മ ഇന്ദുദേവിയും ഈ ലോകത്ത് ജീവനോടെ ഇല്ല. ഫാനിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു ഇന്ദുദേവിയുടെ ശരീരം. ആദ്യം അത് ആത്മഹത്യയാണെന്നാണ് സംശയിച്ചത്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ കഴുത്തിലുണ്ടായിരുന്ന കയറിന്റെ മുറിപ്പാടുകൾ കണ്ട് അവർ സംശയിച്ചു ഇതൊരു കൊലപാതകമാണെന്ന്. പക്ഷെ ഇന്ദുവിന്റെ ഈ കൊലപാതകത്തിന് പിന്നിൽ ആരുടെ കൈകളായിരിക്കും? ഇന്ദുവിന്റെ ഭർത്താവ് സഞ്ജയുടെ മരണവും കൊലപാതകമായിരുന്നു. അതൊരു നോർമൽ ഡെത്തായിട്ടാണ് എല്ലാവരുടെ മുമ്പിൽ എത്തിച്ചത്. എന്തു വേണമെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. സങ്കേത്തിന് ഈ കൊലയുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ നോക്കുകയാണെങ്കിൽ രംഭയ്ക്ക് ഇതിനുള്ള ഉത്തരം നൽകാൻ സാധിക്കുമോ? വരൂ, ബാക്കി കഥ എന്താണെന്ന് കണ്ടറിയാം. രോഹിത്, ആരായിരിക്കും എന്റെ അമ്മയെ കൊന്നത്? എന്റെ അമ്മ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പ്ലീസ്, നീ കരയുന്നൊന്നും മതിയാക്ക്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന നിനക്ക് വയ്യാണ്ടാവും. മരിച്ചുപോയവര് തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ. പക്ഷെ നീ വിഷമിക്കണ്ട. നിന്റെ അമ്മയെ കൊന്നത് ആരാണെങ്കിലും അവരെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വസിക്കാം. എന്താണോ ചെയ്യുന്നത്? അങ്കിൾ, ഇതാണ് രോഹിത്, എന്റെ ബോയ് ഫ്രണ്ട്. ഞങ്ങള് തമ്മിൽ കുറെ നാളായിട്ട് സ്നേഹത്തില. അതെ, ഞങ്ങള് കല്യാണം കഴിക്കാനിരുന്നതാ. ഇതിനെക്കുറിച്ച് അമ്മയുമായി സംസാരിക്കാനിരുന്നപ്പോഴാ ഇതൊക്കെ സംഭവിച്ചേ. ഒരു കുഴപ്പമില്ല. ഇപ്പൊ സഞ്ജയും എന്തും ഇല്ലല്ലോ. എന്താ കുഴപ്പം? ഞാനുണ്ടല്ലോ ഇവിടെ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം നടത്താം. താങ്ക് യു അങ്കിൾ. ഒരു കുഴപ്പമില്ല മോളെ, ഇതെന്റെ ഉത്തരവാദിത്വമല്ലേ. സർ. ഓക്കെ സർ, ഞാൻ നോക്കിക്കോളാം. ഇന്ദുജിയുടെ PM റിപ്പോർട്ടാ സർ. അവരുടെ കൊലപാതകം കയറുകൊണ്ട് കഴുത്തി ഞെരിച്ചാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് സർ കൊന്നിട്ട് 1 മണിക്കൂറിന് ശേഷം ഫാനിൽ കെട്ടിത്തൂക്കുകയായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ച കോൾ ഡീറ്റെയിൽസോ, അതെന്തായി? അത് ഇവിടെ ഉണ്ട് സർ. സങ്കേതത്തിന്റെ നമ്പറിൽ നിന്ന് കുറച്ച് കോൾസേ പോയിട്ടുള്ളൂ. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു നമ്പർ രംഭയുടേതുമാണ്. മർഡർ നടന്ന സമയത്ത് അവൾ അവിടുന്ന് 2 കിലോമീറ്റർ ദൂരത്തുണ്ടായിരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യും, ആ രംഭയെ വിളിച്ചു വരുത്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. സങ്കേതിനെ പറ്റിയുള്ള എന്റെ സംശയം ഒരിക്കലും തെറ്റാവില്ല. സർ. പോലീസ് സങ്കേതിന്റെ മൊബൈലിൽ നിന്ന് കോൾ ഡീറ്റെയിൽസും ലൊക്കേഷൻ ഡീറ്റെയിൽസും എടുത്തു. അപ്പോ ഒരു കാര്യം മനസ്സിലായി, സങ്കേത് കൊല നടക്കുന്ന സമയത്ത് ആ പരിസരത്തുണ്ടായിരുന്നു. അവസാനത്തെക്കാളും സങ്കേതിന്റെ നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതിലൂടെ പോലീസിന് സങ്കേതിനോട് സംശയം തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറപ്പാവുകയും ചെയ്തു, ഏതൊരു കുറ്റവാളിക്കും നിയമത്തിന് മുൻപിൽ ശിക്ഷ നേടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ആവശ്യമാണ്. അത് ഇതുവരെ പോലീസിന് കിട്ടിയിട്ടുമില്ല. രംഭയെ കൃത്യമായി ചോദ്യം ചെയ്തതിനു ശേഷം ഈ കേസിലെ അഴിയാത്ത ചുരുളഴിയുമോ? സങ്കേതായിരിക്കുമോ കൊലയാളി? പക്ഷേ ഒരാംഗിളിൽ ആലോചിക്കുകയാണെങ്കിൽ സങ്കേതിന് ഈ കൊലപാതകം കൊണ്ട് ഒന്നും നേടിയെടുക്കാനില്ല. പക്ഷേ രംഭയുടെ പക്കൽ കൊലപാതകത്തിനുള്ള കാരണം ഉണ്ടായിരുന്നു. അതോ സങ്കേത് രംഭ, ഈ രണ്ടുപേർക്കും കൊലയിൽ പങ്കുണ്ടാവുമോ? ഋതി, എന്റെ അമ്മയും അച്ഛനും നിന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ കല്യാണക്കാര്യത്തിനെ കുറിച്ചും സംസാരിക്കണമെന്ന്. രോഹിത്, ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ഇത് ശരിയായ സമയമാണോ? ഇപ്പോഴാണ് എന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയത്. ഇപ്പൊ എനിക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഋതി, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കല്ലേ. താനിപ്പോ ഇങ്ങനെ തനിച്ച് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടാ മമ്മിയും ഡാഡിയും ഈ ഡിസിഷൻ എടുത്ത് എന്നോടൊന്നും പറഞ്ഞ് നമുക്ക് വേഗം കല്യാണം കഴിക്കാം. നീ ഇങ്ങനെ തനിച്ച് ജീവിക്കണ്ട. നിനക്കൊരു കുടുംബത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിച്ച് ഞങ്ങളുടെ വീട്ടിലെ മരുമകളായി വാ.
അറ്റ്ലീസ്റ്റ് അവിടെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഋതി, പോയവരാരും തന്നെ തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട് രോഹിത്. ശരി, ഞാൻ അങ്കിളിനോട് പറയാം. അദ്ദേഹം നിന്റെ പേരൻസിനോട് സംസാരിക്കും. താൻ അയാളുമായി എടുക്കുന്ന നന്നല്ല. എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾക്ക് നിന്നോട് എന്തോ ദുരുദ്ദേശം ഉണ്ടെന്നാ തോന്നുന്നു. രോഹിത്, നീ എന്തൊക്കെയായി പറയുന്നേ? എന്റെ അങ്കിളിനെ കുറിച്ച് നിനക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ തോന്നി? എന്തൊരു മനുഷ്യനാ നീ. ഞാൻ കണ്ട കാര്യങ്ങൾ വെച്ചാ ഇതൊക്കെ പറയുന്നേ. അതെയോ? അങ്ങനെ എന്താ നീ കണ്ടത്? അന്ന് അയാളെ നീ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ അയാൾ എന്ത് വൃത്തിയായിട്ട രീതിയിലാണ് നിന്നെ തൊട്ടെ. നീ വിഷമിച്ച് നിന്നത് കാരണം നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ ശ്രദ്ധ എല്ലായിടത്തും ഉണ്ടാവും. നിന്റെ അമ്മയുടെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുള്ളത് സങ്കേതത്തിനെയാ. ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള തെളിവുകൾ കിട്ടിയാൽ ഞങ്ങൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഇൻസ്പെക്ടർ? നിങ്ങൾ എന്താ പെട്ടെന്ന് ഇവിടെ വന്നിരിക്കുന്നത്? നോക്കൂ, ഞങ്ങൾക്ക് നിങ്ങളുടെ വീടൊന്ന് സെർച്ച് ചെയ്യണം. എസ്പെഷ്യലി നിങ്ങളുടെ അമ്മയുടെ റൂം. ദയവ് ഇത് കോപ്പറേറ്റ് ചെയ്യണം. തീർച്ചയായും സർ. അല്ല, നിങ്ങളാരാ? ഇതെന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. Can we proceed? Yes, sir. We can. സ്വന്തം അമ്മയുടെ കൊലപാതകത്തിൽ സങ്കേതിന് പങ്കുണ്ടെന്നുള്ള കാര്യം ഋതി മനസ്സിലാക്കിയപ്പോൾ അവൾക്കതൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. തന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അവൾ സ്വന്തം അച്ഛനെ പോലെ തന്നെ കണ്ടിരുന്ന ഒരാൾ അവളുടെ അമ്മയെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ടോ? ഈ കാര്യം ഋതിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഋതിയെ കൊണ്ടും ഈ കൊലപാതകത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഋതിയുടെ വീട് അരിച്ചു പെറുക്കിയപ്പോൾ പോലീസുകാർക്ക് ഇന്ദുദേവിയുടെ മുറിയിൽ നിന്നും ഒരു കത്ത് കിട്ടി. അതിൽ ഇന്ദുദേവിയെ കൊലപ്പെടുത്തുമെന്ന ഭീഷണിയുണ്ടായിരുന്നു. ഈ കത്ത് ആരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഇന്ദുദേവിയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി നേരത്തെ തുടങ്ങിയിരിക്കുമോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇന്ദുദേവി എന്തുകൊണ്ട് ഋതിയോട് ഒന്നും തന്നെ പറഞ്ഞില്ല? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, അലമ്പ് കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നീ കേട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ അമ്മയും മോളുടെ അടുത്തൊന്ന് മാറി നിൽക്കാൻ. എന്നിട്ട് നീയും കേട്ടില്ല. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ? നിനക്കറിയോ ഇപ്പൊ പുറത്ത് എന്തൊക്കെയാ പ്രശ്നം? പോലീസ് നമ്മുടെ പുറകെ എത്തും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എവിടെങ്കിലും പോയി ഒളിക്കാം. പേടിത്തൊണ്ടനാ നീ. ഞാൻ എങ്ങോട്ടും ഇല്ല. ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ പെണ്ണുങ്ങളെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കാന്ന് അറിയില്ല. ഒരു വിവരമില്ല. നീ ഇങ്ങനെ പേടിച്ചു നിൽക്കാതെ വേറെ എന്തിലേക്കെങ്കിലും ശ്രദ്ധ തിരിച്ചുവിട്. നിന്റെ ഈ ഒരൊറ്റ കാര്യത്തിലെ ഞാൻ വീണു പോകുന്നത്. നിനക്ക് ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ നല്ല മരുന്നാണല്ലോ. അതേപോലെ എല്ലാ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ അറിയാന്നുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ വരണം. പിടിച്ചോട് പോ. അതിനിപ്പോ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തേ? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സർ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സർ. സർ ഒന്ന് നിക്ക്. എന്തിനാടാ ഇന്ദുജിനെ കൊന്നേ? സർ, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. കൊലപാതകം ചെയ്യുന്ന എല്ലാവരും ഇത് തന്നെ പറയാ. എനിക്ക് നിങ്ങളുടെ നമ്പർ സങ്കേതത്തിന്റെ കോൾ ലിസ്റ്റിൽ നിന്ന് കിട്ടി. പിന്നെ നിന്റെ കോൾ ഡീറ്റെയിൽസ് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് മർഡർ ലൊക്കേഷന്റെ ഏറ്റവും അടുത്തുണ്ടായിരുന്നത് നീയായിരുന്നെന്നാ. നീ ഇന്ദുവിനെ പല ആവർത്തി കോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സങ്കേത്, ഇന്ദുവിന് അവസാനമായി വന്ന കോൾ നിങ്ങളുടേതായിരുന്നോ? അത് പിന്നെ സാറേ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞത് നിനക്ക് നല്ലത്. പറയേ. ഞാൻ പറയാം സർ. അന്ന് ഞാൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ആ അമ്മയും മോളെ കൊന്നു കളയാന്ന് കരുതി ഞാൻ അവർക്ക് പല തവണ കോൾ ചെയ്തിരുന്നു. പക്ഷെ അമ്മയും മോളും കൂടി ചേർന്ന് സങ്കേതിനെ അവരുടെ വലയിൽ വീഴ്ത്തിയിരുന്നു. എന്നെ വിട്ടകന്ന് സങ്കേത് അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞ് നീ അങ്ങ് തീർത്തല്ലേ? അല്ല സാറേ, രംഭ ദേഷ്യത്തിൽ അന്ന് അവരുടെ വീടിന്റെ അടുത്ത് വരെ പോയി. ഞാൻ രംഭയുടെ പുറകേം പോയി. ഉടനെ ഞാൻ ഇന്ദുജിനെ ഫോൺ ചെയ്ത് വോൺ ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ രംഭേനെ വിളിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീടാണ് മനസ്സിലായത് ഇന്ദുജി മരിച്ചെന്ന്. ഈ കഥ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി. നിങ്ങളെ രണ്ടിനെയും കോടതിയിലേക്ക് വലിച്ചോണ്ട് പോകാൻ ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് തെളിവുണ്ട്. സർ, ഒരു മിനിറ്റ്. ഞാൻ അന്ന് ഇന്ദുദേവിയുടെ വീടിനടുത്ത് ഒരു കാര്യം കണ്ടു. എന്താ? ഇന്ദു മരണപ്പെടുന്ന അന്ന് രംഭ അങ്ങനെ എന്താണ് കണ്ടത്? ആ വീടിന്റെ പരിസരത്ത് രംഭയിൽ നിന്ന് പോലീസിന് ആവശ്യമായ എന്തെങ്കിലും തെളിവ് കിട്ടിയോ? സങ്കേതും രംഭയും പോലീസിനോട് പറയുന്നത് മുഴുവനും സത്യം തന്നെയായിരുന്നോ? അതോ പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി കാണിക്കുന്ന വല്ല അഭ്യാസവുമാണോ? പോലീസിന് രംഭയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട്
കയ്യിൽ കിട്ടിയ കത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് ആരും അറിയാതെ മറ്റു ഹാൻഡ് റൈറ്റിംഗുമായി മാച്ച് ചെയ്തു നോക്കി. പിന്നെ നടന്ന സംഭവങ്ങൾ അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പറയേ, ഇന്ദുവിനെ നീ എന്തിനാ കൊന്നേ? സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ. നിന്റെ ഹാൻഡ് റൈറ്റിംഗ് മർഡർ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയ ലെറ്ററുമായി നന്നായി മാച്ച് ചെയ്യുന്നുണ്ട്. അത് തെറ്റാൻ വഴിയില്ലല്ലോ. നിനക്കെതിരെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. പറ. പറടാ. മര്യാദയ്ക്ക് സത്യം പറയുന്ന നല്ലത്, അല്ലെങ്കിൽ കൊന്നു കുഴിച്ചു കൊടുഞ്ഞ. സർ, എനിക്ക് ഋതിയെ ഭയങ്കര ഇഷ്ടമാണ് സർ. ഞങ്ങൾക്ക് കല്യാണം കഴിക്കാനും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ രോഹിത്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എന്റെ അമ്മ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കില്ല. അമ്മ എങ്ങനെയോ അറിഞ്ഞു നീ ഒരു ചെറിയ സ്ഥാപനത്തിലാ ജോലി ചെയ്യുന്നെന്ന്. നിനക്കെന്നെ നന്നായിട്ട് നോക്കാൻ കഴിയില്ല. ഋതി, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ പതുക്കെ പതുക്കെ എന്റെ ശമ്പളം കൂടുമെന്ന്. അതെനിക്കറിയാം. പക്ഷെ അമ്മ നേരത്തെ തന്നെ എവിടെയോ നല്ലൊരു ബന്ധം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോ ഉടനെ തന്നെ എന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ അമ്മയോട് ഞാൻ സംസാരിക്കാം. ഞാൻ ഋതിയുടെ അമ്മയെ കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ട്രൈ ചെയ്തു സർ. പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും അവർ കേൾക്കാൻ തയ്യാറായില്ല. എന്നിട്ട് എന്നെ അപമാനിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് ഞാനും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി വന്നു. പ്ലീസ് ആന്റി, എനിക്ക് ഋതിയെ ഒരുപാട് ഇഷ്ടമാണ്. പ്ലീസ്. നീയും എന്റെ മോളും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കില്ല. നിന്നെ പോലെ ഒന്നും ഇല്ലാത്ത ഒരുത്തനെ എന്റെ മോളെ ഞാൻ തരില്ല. ഇറങ്ങി പോകുന്നുണ്ടോ എന്റെ വീട്ടിൽ നിന്ന്? നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. വൃത്തിയില്ലാതെ ജീവിക്കുന്നതും പിന്നെ അവരെന്നെ ഇൻസൾട്ട് ചെയ്തതും എല്ലാം ചേർന്ന് എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് അന്ന് വീണ്ടും ആ വീട്ടിലേക്ക് പോയി സർ. അപ്പൊ ഋതി അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയം നോക്കി ഞാൻ അവരെ വൃത്തിക്ക് കൊന്നു. എന്നിട്ട് പോകുന്ന വഴി നീ രംബയെ കണ്ടുവല്ലേ? സാർ, അന്ന് ഞാൻ അവരെ കൊന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഋതിക്ക് ഒരിക്കലും ഒന്നും ചേരാൻ പറ്റില്ലായിരുന്നു. നീ ഇനി എങ്ങനെ കല്യാണം കഴിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട സർ. സാർ സാർ സാറേ, വേണ്ട സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. രംഭയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് പോലീസ് രോഹിത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് രോഹിത് അറിയാതെ ആ ലെറ്ററുമായി മാച്ച് ചെയ്ത് നോക്കിയപ്പോ അത് മാച്ചായിരുന്നു. രോഹിത്തിന്റെ മൊബൈലിലെ ലൊക്കേഷനും മർഡർ സ്പോട്ടിലേതായിരുന്നു. പിന്നീട് രോഹിത് താൻ ചെയ്ത കുറ്റം സമ്മതിച്ചതോടെ പോലീസ് രോഹിത്തിനെ ജയിലഴികൾക്കുള്ളിലാക്കി. പ്രണയം ഇത്രമാത്രം അന്ധമായി പോകുന്നത് ശരിയാണോ? ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതിന്റെയൊക്കെ പരിണിത ഫലം എന്തായിരിക്കും? അതിനെക്കുറിച്ച് പോലും ചിന്തയില്ല. ഇതെന്തൊരു പ്രണയമാണ്? ഇത്തരം അന്ധമായ പ്രണയത്തിനൊടുവിൽ നമ്മുടെ സമൂഹത്തിൽ കുറ്റവാളികൾ ജനിക്കുന്നു. ഞാനാണ് കഞ്ചൻ അവസ്ഥി. നിങ്ങളോടിപ്പോൾ വിട ചോദിക്കുന്നു. വീണ്ടും കാണാം ക്രൈം ചക്രയുടെ ഒരു പുതിയ എപ്പിസോഡിൽ ഒരു പുതിയ കഥയോടൊപ്പം. അതുവരെ സന്തോഷമായിരിക്കൂ, കാത്തിരിക്കൂ. ജയ് ഹിന്ദ്.